എവിടെ പോവാ? നമ്മൾ കൂരുവാളനെ പിടിക്കാൻ പോവാ. കൂരുവാളനെ പിടിക്കാന് ഇന്ന് കാണാൻ. അപ്പൊ നമ്മളാണെങ്കിൽ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഈ മീൻ വളർത്തുന്ന സ്ഥലമുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അവിടെ ആണെങ്കിൽ അവർ മീനെ പിടിക്കുവാണ്. അപ്പൊ നമ്മളത് കാണാൻ പോവാ കേട്ടോ. എന്തോ കൂരുവാളയുണ്ട്, പിന്നെ എന്തോടെ വലിയ കരിമീൻ എന്തൊക്കെയുണ്ട്. കൂരുവാള മാത്രമേ ഉള്ളൂ കേട്ടോ ഗൈസ്. അപ്പൊ നമ്മളത് പിടിക്കുന്നത് കാണാൻ പോവാ. എങ്ങനെയാ പിടിക്കുന്നത്? എങ്ങനെ ഇറങ്ങി തപ്പുന്ന മീനെ പിടിക്കുന്ന കൈയുണ്ട്. വട്ടന്മാരെല്ലാം നടന്നു വരുന്നുണ്ട്. നോക്ക് ഗൈസ്, എടുക്കണോ വീഡിയോ? ഓണാക്കിലോ? ഗൈസ് അപ്പൊ അവര് അതിനകത്ത് ഏകദേശം ഇത് 2.5 ഏക്കർ എന്തോ ഇതാട്ടോ, കുളമാട്ടോ. അപ്പൊ ഇതിനകത്ത് കൂരുവാള മാത്രം ഉള്ളതാണ് പറഞ്ഞത്. അപ്പം ഇത് ഏകദേശം 1 കിലോ അല്ലെങ്കിൽ 1 കിലോയ്ക്ക് താഴെ ഉള്ളത്, പിന്നെ 2 കിലോ മാക്സിമം 2 കിലോ വരെ ഉള്ള കൂരുവാളേ ഉള്ളു കേട്ടോ. അവർ മിക്കതിനെയും പിടിക്കുക, പിന്നെ ചെറുതായിട്ടുള്ളതിനെ എല്ലാവരും പിന്നെ തിരിച്ച് ഇടുക കേട്ടോ, തിരിച്ച് പറഞ്ഞിടുവാണ്. അപ്പോൾ ഇതിൻ്റെ ഈ മീൻ ഇട്ടേക്കുന്ന ആൾക്കാർ, ഇതിൻ്റെ മെയിനായിട്ടുള്ള ആൾക്കാരെല്ലാം ഇപ്പോൾ വരുമെന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു കൂരുവാള ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ മുട്ടയിടുന്ന അല്ലെങ്കിൽ ബ്രീഡിങ്ങിന് പറ്റിയൊന്നും അല്ല. നമ്മുടെ ഈ ഗിഫ്റ്റ് സിലോപ്പിയുടെ പോലെ ഇതിൻ്റെ ഈ ബ്രീഡിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കത്തൊന്നുമില്ല. അത് കാരണം മാത്രമാണ് ഇത്ര മാത്രമായിട്ട് ഇറങ്ങുന്നത്. ഈ ബ്രീഡിങ്ങും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് മൊത്തം പെരുകി ഒരുമാതിരി രീതിയിലാവും, അമ്മാതിരി രീതിയിലാണ്. പിന്നെന്തുവാ ഇത് അവരിട്ടിട്ട് ഏകദേശം ഒരു 8-7 മാസമായെന്നാണ് അവർ പറഞ്ഞത്. ഇപ്പം ഇത് വേണ്ടതുകൊണ്ടാണ് അവർ പിടിച്ചത് കേട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ പിടിക്കത്തൊന്നുമില്ല. കാര്യം ഇത് ഇതിനേക്കാളും വലുതാകുന്ന മീനാണ്. നിങ്ങൾ ഈ കാണുന്ന സംഭവം കണ്ടോ, ഇത് നമ്മുടെ ഗവൺമെന്റിന്റെ ഈ മീനിന്റെയൊക്കെ ഈ പരീക്ഷണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ ഈ പുതിയ അവരുടെ എന്തോ സംഭവമൊക്കെയാണ്. അപ്പൊ നമുക്ക് അത് കാണാം. അത് ഇവരുമായിട്ട് ബന്ധപ്പെട്ടേ അല്ല കേട്ടോ, നമ്മൾ എന്തൊക്കെ അത് കാണാൻ പോവുക. ഇത് പിന്നെ നല്ല രീതിയിൽ പൈസ മുടക്കിയുള്ള കാര്യമാണ്. അവര് പറഞ്ഞ് അവരുടെനേക്കാൾ എങ്ങനെ പോലും നല്ല രീതിയിൽ പൈസ മുടക്കമുള്ള പരിപാടിയായിട്ട് ഇത്. ഗൈസ് അപ്പോൾ ഈ സംഭവം കൊണ്ട് ഇത് നമ്മുടെ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് കേട്ടോ. ഇത് ഏകദേശം എന്ന് പറഞ്ഞാൽ ഈ ക്യാനൊക്കെ ഇല്ല, അതുപോലെ തന്നെ ഇരിക്കും. ഇത് നമ്മൾ നടക്കുന്ന കുറച്ച് ചമ്മെന്നൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ എന്നാലും വലിയ കുഴപ്പമൊന്നും വരുത്തൊന്നും ഇല്ല. പക്ഷെ നല്ല വെയിലായതുകൊണ്ട് നല്ല ചുട്ട് പഴുത്ത് കിടക്കും കേട്ടോ ഇതെല്ലാം. ഗൈസ് എനിക്കൊന്ന് ഇതെല്ലാം ഓരോ സൈസ് മീനാന്ന് തോന്നുന്നു കേട്ടോ. അത് ഇവിടെ 1 നമ്പറുണ്ട്, 2, 3, 4, 5, 6 ഇങ്ങനെ 6 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ഫ്ലോട്ടിംഗ് മെറ്റീരിയൽ വെച്ച് ഈ സംഭവം എന്തൊക്കെ ഈ ബോക്സ് പോലെ ഒരു സ്ക്വയർ ടൈപ്പിലാണ് ഇത് പണിതേക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഈ നെറ്റ് കണ്ടോ, ഈ നെറ്റ് വെച്ചൊരു ക്യൂബ് അങ്ങനെ ഞാൻ പുറത്തോട്ട് മീൻ പോകാൻ പറ്റാത്ത രീതിയിലാണ് ഇത് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിനകത്ത് നിന്ന് എങ്ങോട്ട് മീൻ പോകത്തില്ല, ഇതിനകത്ത് തന്നെ നടന്ന് വളരും. അങ്ങനത്തെ ഒരു സെറ്റപ്പിലാട്ടോ. ഇതിനകത്ത് മീൻ എന്തോന്ന് അറിയത്തൊന്നുമില്ല. എന്ത് മീനാണോ ഇങ്ങനത്തെ പറഞ്ഞിട്ടുണ്ടോ? അതാകുമ്പോ വള്ളം ഇടണ്ടല്ലോ. ഓ എനിക്ക് മറ്റേ കോഴിക്കോട് ബീച്ചിലൊക്കെ മറ്റേ കടലിലോട്ട് നടക്കുന്ന പാലമൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഇങ്ങനത്തെ ഫ്ലോട്ടിങ്. പക്ഷെ ആലപ്പുഴ ബീച്ചിൽ വന്നപ്പോ നടന്നില്ല. ആലപ്പുഴ ഭയങ്കര തിര ആയതുകൊണ്ട് നടന്നില്ല. ഇത് മറ്റേ സാധനം കുറച്ച് കൂടിയതായിരിക്കും അല്ലേ? വില കൂടിയതാ.
നടക്കാൻ പറ്റുന്ന അടികൊണ്ട് കിടക്കേണ്ടെന്ന് പറയില്ല, എന്തൊരു ഡിസിപ്ലിൻ. ഗൈസ്, തൊട്ടപ്പുറത്ത് മീൻ വളർത്തുന്ന സ്ഥലവും ഇപ്പുറത്താണെങ്കിൽ പൈനാപ്പിളിന്റെ തോട്ടം, വാഴയുടെ തോട്ടം, തെങ്ങിന്റെ, ഇങ്ങനെ ഫുള്ള് കൃഷിയുടെ നടുക്ക് ഒരു പ്ലാറ്റ്ഫോം. അങ്ങനെ ഞാൻ ഈ ഏഹ്മാടം പോലത്തെ ഒരു സംഭവം. നല്ല വൈബാണ് ഇവിടെ. നല്ല കാറ്റ് കിട്ടും. നമുക്ക് എന്തൊക്കെ കയറിയിട്ട് പോവാൻ വരട്ടെ, ചിലപ്പോ ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. ഗൈസ്, എന്തൊക്കെയാണ് ഇതിന്റെ മണക്കിക്കാൻ പക്കാ വൈബാണ്. നമുക്ക് ഇതുപോലത്തെ ഒരു ഏർമാടം വേണം. കാരണം ഈ തോടിന്റെ നടുക്കുന്ന ഇങ്ങനെ മണ്ണിൽ നമ്മൾ തോടി ചുറ്റിനും അങ്ങനത്തെ ഒരു വൈബ് നമുക്ക് ഇവിടെ പണിയായിരുന്നു, നമുക്ക് ഇവിടെ കിടന്നുറങ്ങാൻ. ശരി, ഇവിടെ ഒന്നും ആരും വരുത്തൊന്നും ഇല്ല, ഇവിടെ കിടന്നുറങ്ങിയാൽ മതി. മറ്റേ വീഡിയോ കണ്ട പോലെ നമ്മൾ എറണാകുളത്ത് പോയെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരാം. ട്രോളി നമ്മൾ വ്ലോഗിന്റെ ഫലമായി നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് ആണ് നമ്മൾ കൊണ്ടുവന്നു. അവിടെ ഇത് നമ്മുടെ മറ്റേ ഡെപ്പ് കൊണ്ടുണ്ടാക്കിയ ഇതാണ്. ബാക്കി അതിന്റെ ഫ്രെയിം ഉണ്ടാക്കിയിരിക്കുന്ന കമ്പി ഉണ്ടാണ്. ഒരു വീലും ഉണ്ട്. ഈ പോളയുടെ ഒക്കെ ഇതാണ്. ഇവര് ഇതിനെ കൊടുത്ത് പരീക്ഷ നടത്താൻ വേണ്ടിയാണ് ഇതിങ്ങനെ ഇട്ടേക്കുന്നത്. ആ ചേട്ടന്മാര് ഞങ്ങളോട് അങ്ങനെ പറഞ്ഞ മീൻ പിടിക്കണം. എടി, ഇത് കമ്പോസ്റ്റ് വളമാടാ. കമ്പോസ്റ്റ് വളമാണ്. ആ, പോളും ചകിരിയും കൂടെ കൂട്ടിക്കൊഴിച്ച് മീൻ്റെ എണ്ണാക്കി എടുക്കും. അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു. ട്രോപ്പിക്കൽ ആയിട്ടുള്ള വൈബിലോട്ട് പോകാം. ഇത്രയും ട്രോപ്പിക്കൽ അവന് പോയല്ലോ. മീൻ പിടിച്ചു. മോനെ ഇങ്ങ് വാടാ. ഫൈനലി നമ്മളങ്ങനെ പൈനാപ്പിൾ കണ്ടെത്തിയിരിക്കുന്നു എന്റെ 2 തലയിനുള്ളിൽ. നമുക്ക് തിരിച്ചു വന്നു. അതേ തൊട്ടിന് നമ്മുടെ കൈ ഒരു വിട്ടു. ഈ കാണുന്നത് കരണ്ട് കമ്പി കേട്ടോ. നമ്മുടെ ഈ കഴുന്ന ഈ ആമയൊക്കെ ഈ കുളത്തിലോട്ട് ഇറങ്ങാതിരിക്കാണ്ട് അവർ ചെയ്തു വെച്ചാൽ ഈ കരണ്ട് ചാർജ് കൂടുതലായതുകൊണ്ട് അവരെന്തൊക്കെയാലും ഇതൊന്നും ഓണാക്കി ഇട്ടിട്ടില്ല. ഇത് നമ്മുടെ ചൂണ്ടന്റെ ഹൈടെക് സാധനമാണ്. ഇതുകൊണ്ടാണ് ഇവർ ഈ വലയൊക്കെ ഇട്ടേക്കുന്നത്. ഇത് കാരണം നമുക്കിതൊന്നും പൊട്ടിച്ചിങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. ഇത് നമുക്ക് ബ്ലേഡ് കൊണ്ടല്ലേ പൊട്ടിച്ചെടുക്കാൻ പറ്റും.